ലക്ഷ്മി നക്ഷത്ര കഴിഞ്ഞ ദിവസം വീഡിയോ ഇടുന്ന സമയത്ത് ആ കരച്ചിൽ മതിയാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ലക്ഷ്മിയോടൊക്കെ ശ്രുതി പെരുമാറിയിരുന്നത് ഭയങ്കര കെയറിങ്ങോടുകൂടിയുള്ളൊരു സ്വഭാവമാണെന്ന് ലക്ഷ്മി ഭയങ്കര വേദനയോടുകൂടി പറയുന്നുണ്ടായിരുന്നു. ആളങ്ങനെയാണ്, ഏട്ടൻ അങ്ങനെ ആയിരുന്നു. മക്കളെ എന്നല്ലാതെ ആരെയും വിളിച്ചില്ല. സ്റ്റാർ മാജിക്കിലെ ആണെങ്കിലും ആരെ കണ്ടാലും അനുവിനോടും ലക്ഷ്മിയോടും എല്ലാ ശ്രീവിദ്യയോടും എല്ലാവരുടെ അടുത്തും ആ ഒരു മക്കളെ ആ ഒരു ഒറ്റ വിളിയാണ് ചേട്ടൻ. എല്ലാവരും കെയറിങ് ആണ് ഏട്ടൻ. അവർക്ക് ഏട്ടനെ അതുപോലെയാണ്. അവർ പേഴ്സണലി അവരങ്ങനെയാണ് ചേട്ടനെ കാണുന്നത്. ഷൂട്ടിലാണെങ്കിലും പേഴ്സണലി അങ്ങനെയാണ് ഏട്ടൻ. അതെ, ഇപ്പം ഞാൻ ചോദിച്ച ബാക്കി എല്ലാവരുടെ അടുത്തും അങ്ങനെയാണ് ആള്. എന്നെ വാവുട്ടാന്ന് വിളിക്കും, ബാക്കിയുള്ളവരെ മക്കളെയും വിളിക്കും. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു ഏട്ടൻ്റെ. സൂചിച്ചേട്ടൻ്റെ ഒരു സ്വഭാവമുണ്ട്. സ്വന്തം വേദനയോ ബുദ്ധിമുട്ടോ ആരെ അറിയിക്കത്തില്ല, ആരോടും പറയരുത്. എന്തുണ്ടെങ്കിലും അത് സ്വന്തമായിട്ട് സഹിക്കും. രേണുവിനോട് ചോദിച്ചാൽ തന്നെ ഇപ്പോൾ ഒരു വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചായിരുന്നു ഫുഡ് ഉണ്ടാക്കിയത് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പപ്പായിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാചകമൊക്കെ ചെയ്യാം. പപ്പായിക്ക് രേണുവിന് ഞങ്ങൾ ചേട്ടത്തിക്ക് എന്നാ വേണ്ടിയത്, അളിയൻ എന്നാ വേണ്ടി, പപ്പായിക്ക് തന്നെ, അമ്മയ്ക്ക് തന്നെ എല്ലാം. പിന്നെ ഞാൻ ലാസ്റ്റ് ചോദിക്കും, സൂചിച്ചേട്ടനൊന്നും കഴിക്കുന്നില്ല. ഇപ്പോൾ ചേട്ടത്തി എല്ലാവരും കഴിക്കുമ്പോൾ എൻ്റെ വയറ് നിറഞ്ഞു, പിന്നെ ഞാൻ എന്തിനാ കഴിക്കുന്നത്? അതായിരുന്നു പുള്ളിക്ക്. മറ്റുള്ളവരെല്ലാം സന്തോഷമായിട്ടിരിക്കണം. എല്ലാ വേദനയും ടെൻഷനും എല്ലാം എത്ര ടെൻഷൻ വന്നു ചോദിച്ചാണ് ഞാൻ ചെന്നത്. ഒരു ടെൻഷനും ഇല്ല, ഇതെല്ലാം കേട്ടും നിങ്ങളെല്ലാം സന്തോഷം, ടെൻഷനല്ല ഞാൻ തന്നെ അങ്ങ് സഹിച്ചോളാം. അങ്ങനെയായിരുന്നു. ഇടയ്ക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അസീസ് സംസാരിക്കുന്ന സമയത്ത് മുൻപൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അസീസ് പറയുന്നുണ്ടായിരുന്നു, ശരിക്കും ഒരു ഘട്ടത്തിൽ കുഞ്ഞ് മാത്രം ആയി ഒറ്റയ്ക്ക് പ്രോഗ്രാം ചെയ്യേണ്ടി വരുന്ന അവസരത്തിൽ കുഞ്ഞിനെയും കൂടെ നോക്കിയിട്ട് സ്റ്റേജിൻ്റെ പിന്നാമ്പുറത്ത് കുഞ്ഞിനെ കിടത്തുറക്കി അത്രയും കഷ്ടപ്പെട്ട് സർവൈവ് ചെയ്തിട്ടാണ്. അന്നൊന്നും ഈ പോവാൻ കാശ്, പ്രോഗ്രാംസിനൊക്കെ പോകാൻ കാശില്ലായിരുന്നു ഒരു വഴി. പക്ഷെ ഇന്ന് കുറേ കൂടെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടു വരുമായിരുന്നു എന്നുള്ളതായിരുന്നു. അന്ന് ഉണ്ടായ ഇപ്പം കുറച്ചായിട്ട് കുറച്ച് സിനിമ കിട്ടുന്നുണ്ടായിരുന്നു, കുറച്ച് പ്രോഗ്രാംസ് കിട്ടുന്നുണ്ടായിരുന്നു. കുറേ ഗൾഫ് പ്രോഗ്രാമൊക്കെ ഇനി അടുത്ത മാസമൊക്കെ പോകാനിരിക്കുകയാണ്. 2 എണ്ണം അടുപ്പിച്ച് കിട്ടി, ഇനി അടുത്തത് പോകാനിരിക്കുമായിരുന്നു. അങ്ങനെ കുറേ കടങ്ങളെല്ലാം തീർത്ത് അന്ന് ഇത് വന്നപ്പോഴും പറഞ്ഞാൽ ഞാൻ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തിരിച്ചു കൊടുക്കും, ഞാൻ പട്ടിണി കിടന്നിട്ടാണേലും അത് കറക്റ്റായിട്ടാണ് പുള്ളി അത് ചെയ്തുകൊണ്ടിരുന്നത്. പട്ടിണി ഇവിടെ ആയിരുന്നെങ്കിൽ പോലും പുള്ളി അത് വീട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു, തീർത്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അത് ഇന്ന് റിലീസായെന്ന് പറഞ്ഞു. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ ദിവസവും പറഞ്ഞു എഴുതി അത് ആദ്യം അത് എന്നെയാണ് കാണിക്കുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായിട്ട് കടങ്ങൾ ജീവിക്കാൻ തുടങ്ങി വരുമായിരുന്നു. ഈ സിനിമയിലൊക്കെ കിട്ടുമ്പോൾ കുറച്ചുകൂടെ ഹാപ്പിയാണോ? അത് എന്തായിരുന്നു ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ? സ്റ്റേജ് ഭയങ്കര ഇതായിരുന്നു എങ്കിലും സിനിമ കൂടുതൽ ആഗ്രഹം. എല്ലാം ഒരു സുധിച്ചേട്ടൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഏട്ടന് സിനിമ ഭയങ്കര സ്വപ്നമായിരുന്നു.